പ്രിയ സുഹൃത്തുക്കളെ, പലരും ചോദിക്കാറുണ്ട്, പരീക്ഷ പേടി മാറ്റാൻ എന്താണ് ചെയ്യണം? വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും പലതരം പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവരാണ് ഇന്ന് പലരും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പലതരം ടെസ്റ്റ് പേപ്പറുകൾ, പരീക്ഷകൾ, ടേം ആൻഡ് എക്സാമിനേഷൻ, ആനുവൽ എക്സാമിനേഷൻ, അങ്ങനെ പലതും. അപ്പോൾ ഇതിലൊക്കെ പലർക്കും പരീക്ഷാ ഭയം അവരെ അകാരണമായി പിടികൂടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പരീക്ഷാ പേടി മാറ്റേണ്ടത്? അതിൽ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നല്ല തയ്യാറെടുപ്പ്, അതേപോലെ ശരിയായ വിശ്രമം, ആത്മവിശ്വാസം, ശ്വസനക്രിയകൾ പാലിക്കുക, അതായത് ബ്രീത്തിങ് എക്സർസൈസ്, അതേപോലെ പോസിറ്റീവ് തോട്ട്സ്, ശരിയായ ഭക്ഷണം, കുടുംബ സുഹൃത്തുക്കൾ, ഇങ്ങനെ പലതും പരീക്ഷാ പേടി മാറ്റാൻ ഉപകരിക്കുമെന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് നോക്കാം വ്യക്തമായ തയ്യാറെടുപ്പാണ്. അതായത് പരീക്ഷയുടെ സിലബസ്, ഏതൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ നോക്കി നല്ല തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം ശരിയായ വിശ്രമമാണ്. അതായത് ഉറക്കമൊഴിഞ്ഞ് വായിക്കാൻ പാടില്ല. അതേപോലെ ശരിയായ വിശ്രമമില്ലാതെ ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് വായന ഒഴിവാക്കണം. വിശ്രമ വേളകൾ വർദ്ധിപ്പിക്കണം. പരീക്ഷാ വായനക്കിടയിലാണെങ്കിലും അതിനിടയിൽ വിശ്രമിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ശരിയായ വിശ്രമം അത്യാവശ്യമാണ്. മറ്റൊന്ന്, ആത്മവിശ്വാസം. അതായത് നമ്മൾ ജയിക്കും എന്നുള്ള ഒരു തോന്നൽ. തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. എന്തായാലും ഞാൻ ഈ പരീക്ഷ എഴുതിയെടുക്കും, അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കും, ഞാൻ വിചാരിച്ച മാർക്ക് നേടും, എഴുതാൻ കിട്ടും എന്നൊക്കെയുള്ള ഒരു ചിന്ത നിർബന്ധമായും വേണം. ശരിയായ ആത്മവിശ്വാസം. മറ്റൊന്ന്, പരീക്ഷാ പേടി മാറ്റാൻ ശ്വസനക്രിയകൾ പാലിക്കുക എന്നുള്ളതാണ്. ശ്വസനക്രിയ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസാണ്. മെഡിറ്റേഷൻ, ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവകാശത്തിൽ പുറത്തേക്ക് വിടുക, അതുപോലെ മെഡിറ്റേഷൻ, ഇതൊക്കെ തന്നെ പരീക്ഷാ പേടി മാറ്റാൻ ഉപയുക്തമായ കാര്യമാണ്. മറ്റൊന്ന്, പോസിറ്റീവ് തോട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് അനുകൂലമായ ചിന്താഗതികൾ. നമ്മുടെ കൂടെയുള്ളവരാളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അനുകൂല ചിന്തകളുള്ളവരായിരിക്കണം. അതായത് ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മൾ അതിലേറെ ശുഭാപ്തി വിശ്വാസമുള്ളവർ ആയിരിക്കണം. മറ്റൊന്ന്, ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അമിതമായി ഉറക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. അമിതമായി ഭക്ഷണം കഴിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക, പോഷക ആഹാരം കഴിക്കുക. ഇതൊക്കെ തന്നെ പരീക്ഷാ പേടി മാറ്റാൻ സഹായിക്കുന്നു. അതായത് ശരിയായ ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കുടുംബവും സുഹൃത്തുക്കളും. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ, അതായത് വീട്ടിലിരുന്ന് വായിക്കുകയാണെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കണം. അതിനായി പ്രത്യേകമായ ഒരു മുറി സജ്ജീകരിക്കണം. അതുപോലെ ടി വി, ഫോൺ, കമ്പ്യൂട്ടർ ഇവയൊക്കെ തന്നെ അകലത്തിലായിരിക്കണം. നമ്മൾ പഠനത്തിനായി ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ പഠനാന്തരീക്ഷം ഒരുക്കി തരുന്നവരായിരിക്കണം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ സമ്മാനങ്ങൾ, അതായത് നമ്മൾ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ സമ്മാനങ്ങൾ നമ്മൾ സ്വീകരിക്കുക. പ്രോത്സാഹന സമ്മാനങ്ങൾ, അത് നമുക്ക് തന്നെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരീക്ഷാ പേടി മാറ്റി ഭയരഹിതമായി പരീക്ഷ എഴുതാൻ നമ്മൾ ആവാൻ സാധിക്കും. അപ്പോൾ പലരും പരീക്ഷ എഴുതാത്തതിൻ്റെ ഒരു കാരണം ഈ പേടിയാണ്, ഈ ഭയമാണ്. പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഭയമാണ്. എല്ലാം അവർക്കറിയാമായിരിക്കാം.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷ പേടിയെ അകറ്റി നല്ല നിലയിൽ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്